ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങളെ വസ്ത്രം കൊണ്ട് തിരിച്ചറിയുന്ന മോദി ഖത്തറിലെ രാജകുമാരൻ വന്നപ്പോൾ വസ്ത്രം കൊണ്ട് തിരിച്ചറിഞ്ഞോ ആവോ? ഈ വസ്ത്രത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും തമ്മിലടിപ്പിക്കുകയും ചെയ്യുന്നത് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് മാത്രം ബാധകമായ ഒരു കാര്യമാണോ? തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തും അല്ലാതെയുമെല്ലാം മോദിയും മോദിയുടെ പാർട്ടിയിലെ മുഖ്യമന്ത്രിമാരും മറ്റ് നേതാക്കളും മുസ്ലിങ്ങൾക്കെതിരെ വിഷം ചീറ്റുന്നതിന് ഒരു മടിയും കാണിക്കുന്നവരല്ല. और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है। इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे, घुसपैठियों को बांटेंगे। क्या आपकी मेहनत की कमाई का पैसा घुसपैठियों को दिया जाएगा? आपको मंजूर है? ये कांग्रेस का मैनिफेस्टो कह रहा है। കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് മോദിയുടെ പ്രസംഗങ്ങളെല്ലാം മുല്ല, മസ്ജിദ്, മട്ടൻ, മുജറ, കൂടുതൽ കുട്ടികളെ ജനിപ്പിക്കുന്നവർ, നിങ്ങൾക്ക് 2 ബോത്തുണ്ടെങ്കിൽ ഒരെണ്ണത്തിനെ കോൺഗ്രസ് തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും, നിങ്ങൾക്ക് 2 മുറിയുണ്ടെങ്കിൽ 1 മുറിയെടുത്ത് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്നിങ്ങനെയുള്ള വൃത്തികെട്ട തരത്തിലുള്ളവയായിരുന്നു. പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരായ മുസ്ലിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകും, സംസ്ഥാന ഭരണം BJPക്ക് കൊടുത്തില്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിങ്ങൾ വന്ന് എല്ലാം തട്ടിയെടുക്കും എന്നിങ്ങനെയൊക്കെയായിരുന്നു. അനധികൃത കുടിയേറ്റക്കാരെ തടയേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ കടമയാണെന്നും ബംഗ്ലാദേശിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാർ ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് മോദിയുടെയും ആഭ്യന്തര മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന അമിത്ഷായുടെയും വീഴ്ചയാണെന്നും ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഇവരുടെ മന്ദഭക്തരായ വോട്ടർമാരെ കബളിപ്പിക്കുന്നതിന് ഇതൊക്കെ മതിയെന്ന് മോദിക്കും കൂട്ടർക്കും അറിയാമായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യയുടെ മുൻ നാവിക സൈനികരായ 8 പേരെ ഖത്തർ മാസങ്ങളോളം തടവിൽ പാർപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തത്. അതുപോലെ മോദിയുടെ 2 രൂപ കൂലികൾ എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നത് ഖത്തർ ഒരു തീവ്രവാദ രാജ്യമാണ് എന്നായിരുന്നു. ഇവിടെ മിസ്റ്റർ സിൻഹ എന്ന ഏറ്റവും വലിയ മോദിയുടെ കൂലിയെഴുത്തുകാരൻ ഏതാനും മാസങ്ങൾക്ക് മുൻപ് എഴുതിയത് ഇങ്ങനെയാണ്: ഞാൻ ആവർത്തിക്കുകയാണ്, ഖത്തർ ഒരു തീവ്രവാദ രാജ്യമാണ്. അവരാണ് എല്ലാ തീവ്രവാദ സംഘടനകളെയും ഫണ്ട് ചെയ്യുന്നത്. ഇസ്രായേലിനെ ഇന്ത്യ പിന്താങ്ങുന്നതിനുള്ള പ്രതികാരമാണ് ഇത്. അമേരിക്കയെ പോലെ ശക്തമായി ഇന്ത്യ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതുപോലെ മറ്റൊരു വലിയ ഫേക്ക് ന്യൂസ് പ്രചാരകനായ ജയ്പൂർ ഡയലോഗ്സ് എന്ന മണ്ടൻ ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? 8 മുൻ നേവി ഉദ്യോഗസ്ഥർക്ക് ഖത്തർ വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ആദ്യം നുപുർ ശർമ്മ, ഇപ്പോൾ ഇത്. ഇന്ത്യ ഖത്തറിനെതിരെ ശക്തമായ സന്ദേശം നൽകണം, ഇപ്പോഴല്ലെങ്കിൽ ഒരിക്കലും അതിന് കഴിയില്ല. ഇങ്ങനെ പറഞ്ഞ ഇതേ ജയ്പൂർ ഡയലോഗ്സ് എന്ന സംഖ്യ തന്നെ മോദി ഖത്തറിലെ അമീറിനെ ഗാഢ ആലിംഗനം ചെയ്യുന്ന വീഡിയോ പങ്കുവെച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത്: മോദി എല്ലാ പ്രോട്ടോകോളുകളും ലംഘിച്ചുകൊണ്ട് എയർപോർട്ടിൽ ചെന്ന് വ്യക്തിപരമായി ഖത്തറിലെ അമീറിനെ സ്വീകരിച്ചത് വലിയ മാസ്റ്റർ സ്ട്രോക്ക് ആണ് എന്നാണ്. ഇങ്ങനെ തരത്തിനൊത്ത് രൂപം മാറാൻ ഓന്തുകൾക്ക് പോലും കഴിയില്ല. സംഘികളെ കാണുമ്പോൾ ഓന്തുകൾ നാണിച്ച് തല താഴ്ത്തുമെന്ന് വ്യക്തമായല്ലോ. ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഖത്തറിന്റെ രാജകുമാരൻ ഇന്ത്യയിൽ സന്ദർശനത്തിന് എത്തുന്നത്. മോദി സർവ്വ പ്രോട്ടോകോളുകളും ലംഘിച്ചുകൊണ്ട് വിമാനത്തിന്റെ അടുത്ത് നേരിട്ടെത്തിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അത് മാത്രവുമല്ല, ഇത് പങ്കുവെച്ചുകൊണ്ട് മോദി ട്വിറ്ററിൽ കുറിച്ചത് കാണുമ്പോൾ അന്തിച്ചു പോകും. എന്റെ സ്വന്തം സഹോദരൻ എന്നാണ് ഖത്തറിന്റെ അമീറിനെ കുറിച്ച് മോദി കുറിച്ചത്. എന്റെ സ്വന്തം സഹോദരൻ ഖത്തറിന്റെ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയെ വരവേൽക്കാൻ വേണ്ടി എയർപോർട്ടിൽ പോയി. അദ്ദേഹത്തിന് ഇന്ത്യയിൽ ഫലവത്തായ ഒരു താമസം ആശംസിക്കുകയും അദ്ദേഹവുമായി നാളെ കൂടിക്കാഴ്ച നടത്താൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയുമാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മോദിക്ക് നുഴഞ്ഞുകയറ്റക്കാരാണ്. എന്നാൽ ഖത്തറിന്റെ രാജകുമാരൻ മോദിയുടെ സ്വന്തം സഹോദരനാണ്. അദ്ദേഹത്തിന്റെ ഈ വസ്ത്രം കണ്ടപ്പോഴും മോദിക്ക് സ്വന്തം സഹോദരനാണ് എന്നല്ലാതെ മറ്റൊന്നും തോന്നിയില്ല. ഇന്ത്യയിലെ മുസ്ലിം പൗരന്മാർ മാത്രമാണ് മോദിക്ക് വിരക്തിയുള്ളവർ. പണമുള്ളവൻ ആണെങ്കിൽ ഏത് ജാതിയും മതവും ആയിക്കൊള്ളട്ടെ, മോദിക്ക് സ്വന്തം സഹോദരനാണ്. മോദിക്ക് രാജ്യമോ രാജ്യത്തെ ജനങ്ങളുടെ കാര്യമോ പ്രാധാന്യമുള്ളതല്ല. ലോകമെമ്പാടുമുള്ള പണക്കാരും പ്രമാണികളും സ്വന്തം സഹോദരന്മാരാണ് എന്നാണ് മോദി പറയുന്നത്. എത്ര കടുത്ത ആലിംഗനമാണ് അദ്ദേഹത്തിന് മോദി നൽകുന്നത് എന്ന് കണ്ടുകൊള്ളൂ. മോദി മാത്രമല്ല, രാഷ്ട്രപതിയും ഖത്തറിന്റെ അതിസമ്പന്നനായ രാജകുമാരനുമായി കൂടിക്കാഴ്ച നടത്തുകയും ഉൾപ്പുളകം കൊള്ളുകയും ചെയ്തു. അദ്ദേഹവുമായി കെട്ടിപ്പിടിക്കുന്നതിന്റെയും നടക്കുന്നതിന്റെയും വളരെയേറെ ചിത്രങ്ങളാണ് മോദി പങ്കുവച്ചത്. ഇവിടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ
മേലോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഈ ചിത്രത്തിന് ഒരു അടിക്കുറിപ്പ് എഴുതുവാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ അദ്ദേഹം സന്ദർശന ബുക്കിൽ ഒപ്പിടുമ്പോൾ ഒരു വിധേയനായ ആളെ പോലെ കൈയും കെട്ടി തലയും കുമ്പിട്ട് നിൽക്കുകയാണ് മോദി. എന്തുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ള രാജാക്കന്മാരെയും രാജകുമാരന്മാരെയും മോദി വാരിപ്പുണരുകയും സ്വന്തം സഹോദരനാണ് എന്ന് പറയുകയും ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് വലിയ ധനവാന്മാരായ ഈ മുസ്ലിം ഭരണാധികാരികളെ ഇതുപോലെ വരവേൽക്കുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ, മോദിയുടെ മുതലാളി അദാനിയെ എങ്ങനെയും താങ്ങി നിർത്തണം. അമേരിക്ക മൊദാനിക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നതിനാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഇനി മൊദാനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾ ശേഖരിക്കുന്നത് അപ്രാപ്യമാകും. പിന്നെ ആകെയുള്ള രക്ഷ ഗൾഫ് രാജ്യങ്ങളിലെ രാജാക്കന്മാരാണ്. ഇവിടെ അശോക് സെയിൻ എഴുതിയിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. മോദി തന്റെ എല്ലാ പരാജയങ്ങൾക്കും മുഗൾ ചക്രവർത്തിമാരെ ഓരോ ദിവസവും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മോദിയുടെ സപ്പോർട്ടേഴ്സ് ഇന്ത്യയിലെ പാവപ്പെട്ട മുസ്ലിങ്ങളെ പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. മോദിയുടെ ഭരണകൂടം അവരുടെ മോസ്കുകളും വീടുകളും ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തുന്നു. എന്നാൽ അതേസമയം തന്നെ മോദി എയർപോർട്ടിലെത്തി മുസ്ലിമായ ഖത്തറിന്റെ അമീറിനെ ഖാഡ ആലിംഗനം ചെയ്ത് തന്റെ സഹോദരനാണ് എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ മോദി വെറും ഫ്രോഡാണ്. അതുപോലെ ന്യൂസ് ലോണ്ടറിയുടെ നിരുപമ സുബ്രഹ്മണ്യം ഖത്തറിന്റെ അമീറിന് മോദി ഇത്ര വലിയ സ്വീകരണം കൊടുക്കാനുള്ള കാരണം ഇവിടെ വ്യക്തമാക്കുകയാണ്. 5 ദിവസം മുൻപാണ് അദാനി പോർട്ടുമായി ഖത്തർ ഒരു നിക്ഷേപ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. അതിനാലാണ് മോദി വളരെ ആഹ്ലാദത്തോടെ സഹോദരനാണ് എന്നും പറഞ്ഞ് ഖത്തറിന്റെ അമീറിനെ കെട്ടിപ്പിടിക്കുന്നത്. കോൺഗ്രസ് നേതാവ് ഡോക്ടർ ഷമാ മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ വിവേകമുള്ളവരുടെ കണ്ണുകൾ തുറക്കേണ്ടതാണ്. ഖത്തറിന്റെ അമീർ നരേന്ദ്രമോദിക്ക് സഹോദരനാണ്. പക്ഷേ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരും തീവ്രവാദികളും ചിതലുകളും ജിഹാദികളും ഒക്കെയാണ്. അതിധനവാനായ മുസ്ലിമിനെ കണ്ടപ്പോഴുള്ള മോദിയുടെ ഈ അത്യാഹ്ലാദം ലജ്ജാകരമാണ്. ഇങ്ങനെ ഒരു നാണവുമില്ലാതെ അളിഞ്ഞ് കെട്ടിക്കയറി സഹോദരനാണ് എന്ന് പറയാൻ മോദിക്ക് ഒരു ഉളുപ്പുമില്ല. കാരണം മോദിക്ക് വലുത് അദാനിയാണ്. ഇവിടെ മോദിയുടെ രാമരാജ്യം ഊപ്പിയുടെ മുഖ്യമന്ത്രി അജയ് ബിഷ് മുസ്ലിങ്ങൾക്കെതിരെ ഇതേ സമയം തന്നെ അധിക്ഷേപ വാക്കുകൾ ചൊരിയുന്നത് കേട്ടുകൊള്ളു. ഉറുദു പഠിച്ച് മൗലവിയാക്കുന്ന തീവ്രവാദിയാക്കുന്ന പരിപാടി ഇവിടെ നടക്കില്ല. സന്യാസി എന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന ഈ അജയ് ബിഷ്ട് അവസരം കിട്ടിയാൽ ഗൾഫിലെ ഷെയ്ഖ്മാരെ കെട്ടിപ്പിടിച്ച് തന്റെ സഹോദരനാണ് അളിയനാണ് എന്നൊക്കെ പറയാൻ ഒരു ഉളുപ്പും കാണിക്കുകയില്ല. അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ, വിവേകമില്ലാത്ത ഇന്ത്യയിലെ മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് അദാനിയെ ചോരയും നീരും കൊടുത്ത് സംരക്ഷിച്ച് അധികാരത്തിന്റെ ചോര നുണയുക മാത്രമാണ് നോൺ ബയോളജിക്കൽ ദൈവത്തിന്റെ ഒരേ ഒരു ലക്ഷ്യം. അല്ലാതെ ഇന്ത്യയോ ഇന്ത്യയിലെ ജനങ്ങളുടെ പുരോഗതിയോ അല്ല.